ഈ നാടുമായി ഒറ്റക്കെട്ടായി അണിനിരന്ന പ്രതിഷേധ മാർച്ചിനായി കടന്നു വരുന്നു. കോതമംഗലം രൂപതയുടെ മുൻ രൂപതാധ്യക്ഷൻ മാർ ജോർജ് പുന്നക്കോട്ടിലിനും ജനപ്രതിനിധികൾക്കും വൈദികർക്കും നാട്ടുകാർക്കുമെതിരെ വനം വകുപ്പെടുത്ത കള്ളക്കേസ് പിൻവലിക്കണമെന്നും രാജപാത എന്നറിയപ്പെടുന്ന പഴയ ആലുവ മൂന്നാർ റോഡ് ഗതാഗതത്തിന് തുറന്നു നൽകണമെന്നും ആവശ്യപ്പെട്ട് കോതമംഗലത്ത് നടത്തിയ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തത് ആയിരങ്ങൾ. ചെറിയ പള്ളി താഴത്തുനിന്ന് തുടങ്ങിയ പ്രകടനം ഗാന്ധി സ്ക്വയറിന് സമീപം സമാപിച്ചു. ഈ പ്രതിഷേധ മാർച്ച് കോതമംഗലം ആ കൈവയ്ക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങളെ ഞങ്ങളുടെ വൈദികർ പിന്നോട്ട് നയിക്കുന്നത് ഞങ്ങളുടെ ബലഹീനതയായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഞങ്ങൾ അങ്ങ് ഇറങ്ങുകയാണ്. ഞങ്ങളുടെ പുന്നക്കോട്ടി പിതാവിനെതിരെ പേരെഴുതി കേസ് എഴുതിയ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനെ നിനക്കറിയാമോ? സ്നേഹമുള്ളവരെ, എറണാകുളം ഡിസ്ട്രിക്റ്റിന്റെ കിഴക്കൻ പ്രദേശത്തുള്ള ജനങ്ങൾക്കും ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ ജനങ്ങൾക്കും ഏറെ ഉപകാരപ്രദമായ ഒരു പാതയാണ് പഴയ ആലുവ മൂന്നാർ റോഡ്, രാജപാത എന്നറിയപ്പെടുന്നത്. അതിന് കാരണം 1857 അത് ആയില്യം തിരുനാളിന്റെ ഭരണകാലത്ത് ആ രാജപാത ഉണ്ടാക്കിയതാണ്. അതിനുശേഷം ആ റോഡിലൂടെ ഒത്തിരിയേറെ ആളുകൾ പോയിരുന്നു, ചരക്കുകൾ നീങ്ങിയിരുന്നു. മൂന്നാറിൽ നിന്നും കൊച്ചിയിലേക്കും കൊച്ചിയിൽ നിന്ന് മൂന്നാറിലേക്കും സാധനങ്ങൾ കൊണ്ടുപോകാനൊക്കെയുള്ള ഏക മാർഗം അതായിരുന്നു. എന്നാൽ 1925 അവിടെ വെള്ളപ്പൊക്കം ഉണ്ടായി. ആ വലിയ വെള്ളപ്പൊക്കത്തിലെ വഴി കുറെ അധികം ഒലിച്ചുപോയി. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ 1932 ഈ നേര്യമംഗലം പാലം ഉണ്ടാക്കുകയും അതിലൂടെ പുതിയൊരു വഴി ഹൈറേഞ്ചിലേക്ക് തുറക്കുകയും ചെയ്തു. ഇതിന്റെ ഫലമായിട്ട് പഴയ ആലുവ മൂന്നാർ റോഡ് അവഗണിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അതിൽ സഞ്ചാരം വളരെ കുറഞ്ഞു. എന്നാലും ആളുകൾ അതിൽ സഞ്ചരിച്ചിരുന്നു, ജീപ്പൊക്കെ അതിൽ പോയിരുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ അടുത്ത കാലത്തായിട്ട് കുറെ വർഷങ്ങളായിട്ട് ആളുകളുടെ വലിയൊരു ആഗ്രഹവും സ്വപ്നവുമാണ് ഈ പഴയ ആലുവ മൂന്നാർ റോഡ് അല്ലെങ്കിൽ രാജപാത തുറന്നു കിട്ടുക എന്നുള്ളത്. അതിനുള്ള ആവശ്യങ്ങളുമായിട്ട് അധികാരികളെ സമീപിക്കുകയും പല രീതിയിലുള്ള സമ്മർദ്ദങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രതികൂലമായിട്ടുള്ള നിലപാടാണ് അതിനെ വിഘാതമായി നിന്നത്. അതുകൊണ്ട് ആ റോഡ് തുറക്കാനായിട്ട് സാധിച്ചില്ല. എന്നാൽ ഈ അടുത്ത കാലത്ത് ആളുകളുടെ ആവശ്യം കൂടി വരികയും തന്നെയുമല്ല, ഈ ഇപ്പോഴുള്ള ആലുവ മൂന്നാർ റോഡ് നെരുമംഗലം വഴിയുള്ളത് പലപ്പോഴും ബ്ലോക്ക് ആകുന്നു. അവിടെ പണി നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിൽ പോകാനായിട്ട് സാധിക്കാതെ വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ പാത തുറക്കുകയാണെങ്കിൽ അത് വിനോദസഞ്ചാരത്തിനും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ ആവശ്യത്തിന് ഏറെ ഉപകരിക്കും. കാരണം 20 കിലോമീറ്ററോളം ദൂരം കുറവുള്ള ഒരു വഴിയാണത്. അതോടൊപ്പം തന്നെ കയറ്റിറക്കങ്ങൾ കുറവുള്ള വഴി, വളവ് കുറവുള്ള വഴിയാണ്. അതുകൊണ്ട് ആളുകൾക്ക് കോതമംഗലം വഴി, പൊയ്യൻകുട്ടി വഴി അങ്ങോട്ട്, മാങ്കുളം വഴി അങ്ങോട്ട് കടന്നു പോകാനായിട്ട് സാധിക്കും. ഈ വഴി തുറന്നു കിട്ടണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. അത് പല പ്രാവശ്യം ആവശ്യപ്പെട്ടിട്ടും ലഭിക്കാത്തത് കൊണ്ട് ഈ കഴിഞ്ഞ 16-ാം തീയതി ഞായറാഴ്ച ഒരു ബഹുജന പ്രക്ഷോഭം എന്ന രീതിയിൽ ആളുകള് ഈ പാതയിലൂടെ നടക്കുവാനായിട്ട് തീരുമാനിച്ചു. അഭിമന്യ ജോർജ് പുന്നക്കോട്ടിൽ പിതാവിന്റെ നേതൃത്വത്തില്, MLA-മാരുടെയും MP-മാരുടെയും നേതൃത്വത്തില് ഏതാണ്ട് 3000-ഓളം ജനങ്ങള് പൊയ്യൻകുട്ടിയിൽ നിന്നും ഈ വഴിയിലൂടെ നടന്ന് 2 കിലോമീറ്റർ നടന്നു. അപ്പൊ അങ്ങനെ അവരത് ഓപ്പൺ ചെയ്തതായിട്ട് അറിയിക്കുകയും, എന്നാൽ അതിന് തടസ്സം നിൽക്കാനായിട്ട് ഫോറസ്റ്റുകാര് ചില കാര്യങ്ങളൊക്കെ ചെയ്തു. പക്ഷേ അതൊന്നും പരിഗണിക്കാതെ അവര് മുന്നോട്ട് പോയിരുന്നു. തിരികെ അവർ വന്ന് അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ ഫോറസ്റ്റുകാര് കേസെടുക്കുകയാണ് ചെയ്തത്. അഭിമന്യ പുന്നക്കോട്ടിൽ പിതാവിനും എതിരായിട്ട്, അതുപോലെ അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP, ശ്രീ ആന്റണി ജോൺ MLA ഇവർക്കെതിരായിട്ടും 23 പേര്, കണ്ടലറിയാവുന്ന 23 പേർക്കെതിരായിട്ടും കേസെടുത്തു. ആ കേസെടുക്കുന്നത് ഒരു കാരണവശാൽ നമുക്ക് അനുവദിക്കാൻ പാടില്ല. കാരണം ഇവര് പോയത് PWD റോഡിൽ കൂടിയാണ്. ഇത് ഫോറസ്റ്റുകാർക്ക് യാതൊരു അവകാശമുള്ള സ്ഥലമല്ല. അങ്ങനെയുള്ള സ്ഥലത്തോടെ യാത്ര ചെയ്തതിന് കള്ളക്കേസെടുത്ത് അഭിമന്യ പിതാവിനെയും നേതാക്കന്മാരെയും ഇവര് കുടുക്കുകയാണ് ചെയ്തത്. ഒരു കാരണവശാൽ നമുക്ക് അനുവദിക്കാൻ സാധിക്കില്ല. കാരണം ഇത് ജനങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചെയ്ത കാര്യമാണ്. നിയമാനുസൃതമായിട്ട് തന്നെയാണ് ഇവര് ആ ഒരു ജാഥ നടത്തിയത്. ആ നിയമാനുസൃതമായി നടത്തിയ ജാഥ, അത് അവർ പറയുന്ന കാരണം ഇതാണ്: മൃഗങ്ങളുടെ സ്വൈര്യവിഹാരം തടസ്സപ്പെടുത്തി, അതോടൊപ്പം തന്നെ വനപാലകരുടെ സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുത്തി എന്നൊക്കെ പറയുന്നത് കള്ളക്കേസാണത്. ഈ കള്ളക്കേസ് ആയിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം ഈ കേസ് പിൻവലിക്കുകയും അതോടൊപ്പം തന്നെ ഈ രാജപാത അല്ലെങ്കിൽ ആ പഴയ ആലുവ മൂന്നാർ റോഡ് തുറന്നു കിട്ടുകയും ചെയ്യണം. അതോടൊപ്പം തന്നെ ഈ കേസ് അത് കള്ളക്കേസാണെന്നും ആ കേസെടുക്കാനുള്ള അധികാരമില്ലെന്നും
ഇവരെ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള ബോധ്യത്തോടുകൂടി കേസ് പിൻവലിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു. അല്ല എങ്കിൽ ഞങ്ങൾ കൂടുതലായിട്ടുള്ള പ്രതിഷേധ മാർഗങ്ങൾ നോക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളും ഞങ്ങൾ അവലംബിക്കുന്നതായിരിക്കും. കോതമംഗലം രൂപതയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നായി വൈദികരും സന്യസ്തരും വിശ്വാസികളും ഉൾപ്പെടെയുള്ളവർ കത്തിച്ച പന്തങ്ങളും മുദ്രാവാക്യം വിളികളുമായി റാലിയിൽ അണിനിരന്നു. പ്രതിഷേധാഗ്നി എന്ന് പേരിട്ട റാലി കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തിക്കണ്ടത്തിൽ ഉദ്ഘാടനം ചെയ്തു. രൂപതാ വികാരി ജനറൽ മോൺസിഞ്ഞോർ പയസ് മലക്കണ്ടം, ആന്റണി ജോൺ MLA, അഡ്വക്കേറ്റ് AJ ദേവസ്യ, ഫാദർ റോബിൻ പടിഞ്ഞാറേക്കുറ്റ്, സിജുമോൻ K ഫ്രാൻസിസ്, ഫാദർ അരുൺ വലിയതാഴത്ത്, റവറൻ ഡോക്ടർ തോമസ് J പറയിടം എന്നിവർ പ്രസംഗിച്ചു. ആദ്യം